بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم أمة يا محمد സ്നേഹവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, അധ്യക്ഷന്മാർകളെ, സ്റ്റേജിൽ ഉപസ്ഥരായ നേതാക്കളെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ
റബിയുൽ അവ്വൽ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ആ സുദിന വേളയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗത്തിൽ പെട്ടതാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഭാര്യ മക്കളെക്കാളും കുടുംബക്കാരെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ, കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ യഥാർത്ഥമായി മുഅ്മിനാകുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹിക്കുക എന്നുള്ളത് അത് നമ്മൾ ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് വലിയ ഒരു കടമയാണ് നമ്മളോട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹിച്ചാൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ആ കൈ പിടിച്ചുകൊണ്ട് സുഖലോക സ്വർഗ്ഗയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അടുത്തത് ഇൻഷാ അല്ലാഹ് അടുത്ത സെക്ഷൻ വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അല്പകാര്യം ഞാൻ സംസാരിക്കാം. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പോകുകയാണ്. ആദ്യം ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ബഹുമാനപ്പെട്ട ഖായിനാജി, അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഈ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഉദ്ഘാടന പ്രസംഗം നടത്താനുള്ള ബഹുമാനപ്പെട്ട കലകില മാനില സലീം സഖാഫി ഉസ്താദ് ഖതീബ് ഉസ്താദ് അവരുടെയും ഈ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഇന്നത്തെ മൗലൂദിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പെരുവായി ഖതീബ് ഉസ്താദ് സലീം മദനി ഉസ്താദ് അവരുടെയും ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സ്റ്റേജിൽ ഉപസ്ഥരായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉസ്താദ് അവരുടെയും ഈ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സീനാർ ഉസ്താദ് അവരുടെയും ഈ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളുടെ പള്ളിയുടെ സെക്രട്ടറി റസഖച്ചാനെയും ഈ സ്റ്റേജിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇമ്മായി ചാനയും മുസ്തഫ ചാനയും നാസിർ ചാനയും എല്ലാവരെയും അസ്രബിച്ച ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കള്, ഉമ്മ പെങ്ങമാര്, വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്വാഗതം പ്രസംഗം നിർത്തുകയാണ്. ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you.
لولا الهوى لم تدرك على طريق ولا أريك لذكر الثاني والألمي فكيف أنكر حبا بعد ما شهدت به عليك أذل لمعي والسقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأبسط الوجد خيرات الله أنا مثل البآر على خدك والعالمين نعم صار طيف من أضوى وفرق More
ಜಗತ್ತಿಗೆ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಜನ್ಮದಿನಾಚರಣೆ ಕುರಿತು ನಿಮ್ಮ ಮುಂದೆ ಒಂದೆರಡು ಮಾತುಗಳನ್ನು ಹೇಳಲು ಇಚ್ಛಿಸುತ್ತೇನೆ. ಅಲ್ಲಾಹು ತೌಫೀಕ್ ನೀಡಲಿ, ಆಮೀನ್. ಸತ್ಯ, ಶಾಂತಿ, ಸಮುದ್ರ ಸಂದೇಶವನ್ನು ಸಾರುತ್ತಾ ಇಡೀ ಜಗತ್ತಿಗೆ ನೇತಾರರಾಗಿದ್ದಾರೆ ನಮ್ಮ ಪ್ರೀತಿಯ ಮೊಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಕೊಲೆ, ಅಕ್ರಮ, ಅತ್ಯಾಚಾರ, ಅನಾಚಾರ್ಯ ಹುಟ್ಟಿದ ಹೆಣ್ಣು ಆದರೆ ಜೀವಂತವಾಗಿ ಉಳುತ್ತಿದ್ದ ವಿಕ್ರಾಂತ ಸ್ಥಿತಿ, 6ನೇ ಶತಮಾನದ ಮಕ್ಕಾ ಮುಶ್ರಿಕರ ನಡುವೆ ಸತ್ಯ ಶಾಂತಿಯನ್ನು ಸಾರಿದರು. ದಾನ ನೀಡುವುದರಲ್ಲಿ ಪ್ರವಾದಿಯನ್ನು ಮೀರಿಸಿದ ವ್ಯಕ್ತಿ ಇನ್ನು ಯಾರು ಇಲ್ಲ. ಒಂದು ಹದೀಸ್ ಹೇಳುತ್ತೇನೆ ಕೇಳಿ. ಅಬೂ ಸঈದ್ ಈದಿಲ್ ಖುದ್ರಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರೊಂದಿಗೆ ದಾನವನ್ನು ಕೇಳಿದರು. ಪ್ರವಾದಿ ಮುಸ್ತಫಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರಿಗೆ ದಾನವನ್ನು ನೀಡಿದರು. ಅವರು ಮತ್ತೊಮ್ಮೆ ಕೇಳಿದರು. ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ತನ್ನಲ್ಲಿ ಇರುವುದು ಮುಗಿಯುವ ತನಕ ಕೊಟ್ಟರು. ಆನಂತರ ಹೇಳಿದರು, ಇನ್ನೇನಾದರೂ ಇರುತ್ತಿದ್ದರೆ ತಮಗೆ ನಾನು ಕೊಡುತ್ತಿದ್ದೆ. ಒಬ್ಬನು ಯಾಚಿಸಿದರೆ ಸ್ವಾಭಿಮಾನಿಯನ್ನಾಗಿ ಮಾಡುತ್ತಾನೆ, ಒಬ್ಬನು ಶ್ರೀಮಂತಿಕೆಯನ್ನು ತೋರಿಸುವುದಾದರೆ ಅವನನ್ನು ಐಶ್ವರ್ಯವಂತನಾಗಿ ಮಾಡುತ್ತಾನೆ, ಒಬ್ಬನು ಸಹನ ಕೈಗೊಳ್ಳುವುದಾದರೆ ಅವನು ಸಹನಶೀಲತವನ್ನಾಗಿ ಮಾಡುತ್ತಾನೆ. ಇಷ್ಟೇ ನನ್ನ ಮಾತಿಗೆ ವಿರಾಮ ಹಾಕುತ್ತಾನೆ. ಆಖಿರ ದಅವಾನಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮത്തുള്ളಾಹಿ വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് മുത്തുനബിയുടെ ജന്മദിനം. നിങ്ങൾ എല്ലാ ദിവസവും നബിയുടെ പേരിൽ സലാത്ത് ചെല്ലണം. അതുപോലെ നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം. അസ്സലാമലൈക്കും. രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമലൈക്കും. നാം എല്ലാവരും യഥാർത്ഥ മുസ്ലിം ആവണം. ആരാണ് യഥാർത്ഥ മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവ് കൊണ്ട് കൈ കൊണ്ട് വേറെ സല്ല് ചെയ്യാത്തവനാണ് അവൻ. ഇനി മുതൽ നാം കൂട്ടുകാരെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാം. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നാം ഇന്ന് ഒരുമിച്ച് കൂടിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ 1-2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്പോൾ അനാഥനായതും തങ്ങളുടെ അമ്മാവൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സംസ്കാരം ഏറ്റെടുത്തതും പിന്നീട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും മക്കയിൽ താമസിക്കുകയും ചെയ്തു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ 3 ആൺകുട്ടിയും 4 പെൺകുട്ടികളെയും പ്രസവിച്ചു. പക്ഷേ അതിൽ 3 ആൺകുട്ടിയും ജീവിച്ചില്ല. എല്ലാവരും ശൈശവത്തിൽ തന്നെ മരിച്ചുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളോടുകൂടെ വളരെ ബന്ധത്തിലായിരുന്നു. അലിയാർ തങ്ങളോട് വിശ്വാസം കണ്ടെത്തുകയും ചെയ്തു. ഇതേ കാലത്ത് ഒരു അറബ് കൊള്ളക്കാർ ഒരു സയ്യിദ് എന്ന ബാലനെ തട്ടിക്കൊണ്ട് തൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ആ ബാലനെ ഒരു ചന്തയിൽ വിട്ടുതളിച്ചു. ഇതിനെ വാങ്ങിച്ചത് ഖദീജ ബീബി റളിയല്ലാഹുവിൻ്റെ ബന്ധുവായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹുവിന് ആൺകുട്ടിയില്ലാത്തത് കാരണം ഖദീജ ബീബി റളിയല്ലാഹുവിന് ആ ബന്ധു സമ്മാനമായി കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു ആ ബാലനെ സമ്മാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചു. സയ്യിദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വളരെ അടുപ്പത്തിലായിരുന്നു. ഇതേ കാലത്ത് പ്രിയ നാമം വരുന്ന അൽ ഹബീബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദിന് പുനർനാമം വെച്ചു. ഇതിൻ്റെ ഇടയിൽ സയ്യിദിനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം സയ്യിദിന്റെ മാതാപിതാക്കളിലേക്കിരുന്നു. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ തൻ്റെ മകനെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരു ദിവസം സയ്യിദിന്റെ മാതാപിതാക്കൾ ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലേക്ക് എന്നപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി സയ്യിദിനെ കണ്ടുമുട്ടി. ആഘോഷത്തോടു കൂടി സയ്യിദിന്റെ മാതാപിതാക്കൾ ഓടിച്ചെന്നു സയ്യിദിന്റെ അടുത്തേക്ക്. ഒരു സെഞ്ച് നിറയെ സ്വർണം എടുത്തുകൊണ്ട് സയ്യിദിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിയെ മോചിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ്? ഏത് കുട്ടി? നിങ്ങൾ ആരാണ് പറയുന്നത്? അപ്പോൾ സയ്യിദിന്റെ പിതാവ് പറഞ്ഞു, നിങ്ങളുടെ അടിമ സയ്യിദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഒരു സ്വർണവും വേണ്ട, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് സ്വർണം വേണ്ടി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ഞാൻ ആ സയ്യിദിനെ നിർത്താം, നിങ്ങളുടെ മുന്നിൽ ഞാൻ ചോദിക്കാം, നിനക്ക് നിന്റെ പിതാവിൻ്റെ കൂടെ പോകാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് സയ്യിദിനെ നിങ്ങളോട് കൂടെ പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അവനെ നിങ്ങളോട് കൂടെ പോകാൻ നിർബന്ധിക്കുകയില്ല. സയ്യിദിനെ അങ്ങനെ കാര്യം വിശദീകരിച്ചു. സയ്യിദ് പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ മാത്രമാണ്. അപ്പോൾ സയ്യിദിന്റെ പിതാവ് ചോദിച്ചു, എന്താണ് മോനെ നീ പറയുന്നത്? നിന്റെ പിതാവല്ലേ ഞാൻ ചോദിക്കുന്നത്? അപ്പോൾ സയ്യിദ് പറഞ്ഞു, ഇല്ല, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം ആഴത്തിൽ സ്പർശിക്കുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പ്രിയത്തിലും സംസാരിക്കാൻ ഞാൻ ഇതാക്കുന്നു. ഇത്ര പറഞ്ഞ എൻ്റെ കൊച്ചു പ്രസംഗിക്കാം. അസ്സലാം. ಮುತ್ತಿನ ಪಾದಕ್ಕೆ ರಕ್ಷೆಯು ಆಗುವ ಭಾಗ್ಯವು ನನಗೆ ನೀಡಿಲ್ಲ. ಆ ಪುಣ್ಯ ಪಾದದ ಸ್ಪರ್ಶದ ಮಣ್ಣಿನ ಕಣವು ನಾನಲ್ಲ. ಆ ಮುತ್ತಿನ ಪಾದಕ್ಕೆ ರಕ್ಷೆಯು ಆಗುವ ಭಾಗ್ಯವು ನನಗೆ ನೀಡಿಲ್ಲ. ಸನಿಹದಿ ಸೇವಕನಾಗೋ ಪುಣ್ಯವು ನನಗೆ ನೀಡಿಲ್ಲ. ಆ ಪುಣ್ಯ ಪಾದದ ಸೇವಕನಾಗೋ ನನಗೆ ನೀಡಿಲ್ಲ. ಈ ಪಾಪಿಯ ಮನದಿಂದ ಆಸೆಯು ಎಂದಿಗೂ ಅಲಿಯಲ್ಲ. ಅವರು ಇವರು ಹಲವರು ಕಂಡ ಮದೀನವನ ಕಂಡಿಲ್ಲ. ಭಾಗ್ಯವು ನನಗಿಲ್ಲ. ನಾ ಬರೆಯೋ ಕವಿತೆಯಲ್ಲಡಗಿರೋ ಪ್ರಣಯವು ನಬಿಯವರ ಮೇಲೆ. ನಾ ಹಾಡೋ ಹಾಡಿನ ರಾಗದಿ ನುಡಿಸುವೆ ಪ್ರಣಯದ ಆಲೀಲೆ.